Hi guys, welcome to VLearn Study Platform Fast News GS Paper 2 Governance related article ആണ് Global Tenders may speed up vaccination drive in Rajasthan. So നാഷണൽ ഹെൽത്ത് മിഷനെ പറ്റിയാണ് പറയുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ ലോഞ്ച് ചെയ്തത് 2013 അപ്പോൾ ആ ഒരു മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ടൈമിൽ ഈ ഒരു ഹെൽത്ത് മിഷൻ രണ്ടായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി എന്ത് ചെയ്തു, സബ്സ്യൂം ചെയ്തിട്ട് ഒരു സിംഗിൾ ഹെൽത്ത് മിഷനാക്കി മാറ്റി. അതാണ് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. സോ മുമ്പ് എന്താണ്, റൂറലും അർബനും സെപ്പറേറ്റ് ആയിട്ട് ഹെൽത്ത് മിഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഒരു സിംഗിൾ ഹെൽത്ത് മിഷനേ ഉള്ളൂ. അതാണ് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് ബോത്ത് റൂറൽ ആൻഡ് അർബന് വേണ്ടിയുള്ള മിഷനാണ്. സോ ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ ഫോക്കസ് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മെറ്റേണൽ, നിയോനേറ്റൽ, ഇൻഫൻറ്റ് ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അങ്ങനെ സ്പെഷ്യൽ ഫോക്കസിലൂടെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഈ ഹെൽത്ത് മിഷനിൽ സെൻട്രൽ സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ 60:40 ആ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്. എന്നാൽ സ്പെഷ്യൽ സ്റ്റേറ്റുകളൊക്കെ എടുക്കുമ്പോൾ എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്, ട്രൈബൽ പോപ്പുലേഷനുള്ള സ്റ്റേറ്റുകൾ, അവിടെയൊക്കെ ആണെങ്കിൽ 90% ഫണ്ടിങ്ങും എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് ഓർക്കുക. സോ രണ്ടു പേർക്കും ഇമ്പോർട്ടൻ്റ് റോൾ ഉള്ളൊരു മിഷനാണിത്. കാരണം പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലീഡിങ് റോള് സ്റ്റേറ്റിനാണ് വരുന്നതെങ്കിലും ഫണ്ടിങ്ങിൻ്റെ പേരിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹെൽത്ത് മിഷനിൽ രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു പങ്കാണ് ഉള്ളത്. ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വാക്സിനേഷൻ പ്രോഗ്രാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ്, ഫണ്ടിങ്ങിന് വേണ്ടി സഫർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ടെൻഡറിന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് നാഷണൽ ഹെൽത്ത് മിഷൻ പ്രകാരം അതിൻ്റെ അണ്ടറിൽ വെച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ നാഷണൽ ഹെൽത്ത് മിഷനെ പറ്റി പറഞ്ഞത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. മ്യൂക്കർ മൈക്കോസിസ് റിസ്ക് മിറ്റിഗേഷൻ ഇൻ ദി കോവിഡ് ബാറ്റിൽ. സോ കോണ്ടെക്സ്റ്റ് മ്യൂക്കർ മൈക്കോസിസിനെ പറ്റിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിലും ഒരു ആർട്ടിക്കിളുണ്ട്. ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ പ്രസ് റിലീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ PIB ആർട്ടിക്കിളും കൂടിയാണ്. സോ ഇതിലൊരു ഫംഗൽ ഡിസീസസിനെ പറ്റിയാണ് പറയുന്നത്. മ്യൂക്കർ മൈക്കോസിസ് എന്നാണ് പേര്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫംഗസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു COVID-19 പേഷ്യൻസ് എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറി ആയിട്ട് തിരിച്ചു വരുമ്പം അവർക്ക് കുറേ സിംറ്റംസും മറ്റ് ചില അസുഖങ്ങളും വരാറുണ്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു അസുഖമാണ് മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്നത്. ഇത് എൻവയോൺമെൻറ്റിൽ നാച്ചുറലി കാണപ്പെടുന്ന ഒരു ഫംഗസ് ആണ്, ഒരു മൈക്രോ ഓർഗാനിസം ആണ്. അതായത് മണ്ണിൽ, ഒപ്പം തന്നെ ഓർഗാനിക് മാറ്റേഴ്സ് ആയിട്ടുള്ള ഇലകൾ, കമ്പോസ്റ്റ്, ഇവയിലെല്ലാം കാണപ്പെടുന്നതാണ്. മോയ്സ്ചറിൽ വരെ കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ലോ ഇമ്മ്യൂൺ സിസ്റ്റമുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് ഏറ്റവും കൂടുതൽ സഫക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് COVID-19 പേഷ്യൻസ് അത് റിക്കവർ ചെയ്തിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുമ്പം പിന്നീട് എൻവയോൺമെൻറ്റുമായിട്ട് കൂടുതൽ സമ്പർക്കം വരുമ്പോൾ അവർക്ക് കൂടുതലും ചാൻസ് ഉള്ളത് ഈ ഒരു ബ്ലാക്ക് ഫംഗസ് ആണ്. ഇപ്പോൾ ഈ ഒരു COVID-19 ശേഷം ആ ഒരു റിക്കവറി കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിന് പിന്നീട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനെ പറ്റി പഠനം നടത്തിയപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു ഡയബറ്റിക്സ്, അത് അൺകൺട്രോളബിൾ ആയിട്ട് പോകുന്ന വ്യക്തികളിൽ, ഒപ്പം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല വീക്കായിട്ടുള്ള ആളുകൾ, സ്റ്റെറോയിഡ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന വ്യക്തികൾ, ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ടൈം സമ്പർക്കം ഉണ്ടാവുന്നവർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ, അങ്ങനെയുള്ള വ്യക്തികളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് വരാനുള്ള ചാൻസസ് ഉള്ളത്. ഈ പഠനത്തിൽ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഈ ഒരു ഓക്സിജൻ തെറാപ്പി നടക്കുന്ന പേഷ്യൻസിലും ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ തെറാപ്പി നടക്കുമ്പോൾ മോയ്സ്ചറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ഫംഗസ് ഡ്രൈഡ് ആയിട്ട് ഈ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കയറും. കൂടുതലായിട്ടും സിവിയർ ആയിട്ട് ഡാമേജ് ഉണ്ടാക്കുന്നത് കണ്ണ്, മൂക്ക്, ത്രോട്ട്, ലങ്സ്, ബ്രെയിന്, ഈവൻ ആ ഒരു ടിഷ്യൂവിനെ തന്നെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഫംഗൽ തെറാപ്പി തന്നെയാണ്. അപ്പോൾ അത് അഫക്റ്റ് ചെയ്തിട്ടുള്ള ആ ടിഷ്യൂവിനെ റിമൂവ് ചെയ്യുന്നത് മാത്രമാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ജനങ്ങൾ അവെയർ ആയിരിക്കണം. കാരണം നമ്മളിപ്പോൾ കോവിഡ് റിക്കവർ ചെയ്ത് വന്നാൽ തന്നെ മറ്റ് അസുഖങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചേരാനുള്ള ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി ഇത് എൻവയോൺമെൻറ്റിൽ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളൊരു മൈക്രോ ഓർഗാനിസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കണം. ഇതുപോലത്തുള്ള സിംറ്റംസ് വരികയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 1 ഹിസ്റ്ററി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഹിന്ദു ന്യൂസ് പേപ്പറിലെ 100 years ago ആർട്ടിക്കിളാണ് റിപ്രഷൻ ആൻഡ് വയലൻസ്. സോ ഇതിൽ CF ആൻഡ്രൂസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു, ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു, സോഷ്യൽ വർക്കറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്, പിന്നീട് ഇന്ത്യയിലേക്ക് വന്നതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ടാഗോറിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഒരു ക്ലോസ് ഫ്രണ്ട് തന്നെയായിരുന്നു. ഗാന്ധിജിയെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടി കൺവീൻസ് ചെയ്യുന്ന വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയത് CF ആൻഡ്രൂസ് തന്നെയാണ്. സാധാരണക്കാരെ സൊസൈറ്റിയിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സ്ലേവറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ദീന ബന്ധു എന്നാണ്. ആ ഒരു കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസിനെ ലേബറായിട്ട് അവരുടെ മറ്റ് കോളനീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫിജിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ലേവറി വളരെ പ്രശ്നമായിട്ടുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇവിടുത്തെ ഈ ഒരു ലേബേഴ്സ് അനുഭവിക്കുന്ന കഷ്ടതകളും കാര്യങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ആ ഒരു പ്രഷർ കാരണമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1920 സ്ലേവറി അബോളിഷ് ചെയ്തത്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ദ ക്രൈം ഓഫ് എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് മസ്റ്റ് എൻഡ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് ആണ്. ഈ ഒരു ഡിസപ്പിയറൻസ് എന്ന് പറയുമ്പം സിറ്റിസൺസിൻ്റെ ഡിസപ്പിയറൻസിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ സിറ്റിസൺസിനെ എന്ത് ചെയ്യുന്നത്, ഡിസപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടേമാണ് എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എന്താണ് ഗവൺമെൻറ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഏജൻസീസോ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുകയാണ്, അവരവരുടെ സിറ്റിസൺസിനെ എന്ത് ചെയ്യുന്നു, കിഡ്നാപ്പ് ചെയ്യുന്നു, ഡീറ്റെയിൻ ചെയ്യുന്നു, ടോർച്ചർ ചെയ്യുന്നു, കൊന്നുകളയുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സോഷ്യൽ ഈവിലിനെ പറ്റിയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഗവൺമെൻറ് അധികാരത്തെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ആരെങ്കിലും ഗവൺമെൻറ്റിനെതിരായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസും അവിടുത്തെ റെബൽസും തമ്മിലൊരു കോൺഫ്ലിക്റ്റിംഗ് സോൺ ഉണ്ടാകുമ്പം അവരുടെ ആ ഒരു അധികാരത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് അപ്ലൈ ചെയ്യും. എല്ലാ രാജ്യങ്ങളിലുമുണ്ട്, മോഡറേറ്റും ഡെമോക്രറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള മിസ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അവരുടെ സെക്യൂരിറ്റി ഏജൻസീസിനെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഏജൻസീസിനെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കുന്നവരെ ടാർഗറ്റ് ചെയ്യും. അതിപ്പം ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ആവാം, ജേർണലിസ്റ്റ് ആവാം, ആക്ടിവിസ്റ്റ് ആവാം, ഒപ്പോണൻസ് ആവാം, റെബൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ മൈനോറിറ്റീസ് ആവാം. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും, കിഡ്നാപ്പ് ചെയ്യുക, എന്നിട്ട് ഡീറ്റെയിൻ ചെയ്യുക, ടോർച്ചർ ചെയ്യുക, കൊന്നുകളയുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. സോ ഇവരെ അറസ്റ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കൗണ്ടർ ടെററിസം എന്നൊരു പേരിട്ടിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ഇവരെ പറ്റിയൊരു വേറെ ബോർഡ്സോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് വയലേഷൻ ഓഫ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. സോ ഈ ആർട്ടിക്കിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ഏഷ്യൻ കൺട്രീസിനെയാണ്. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് മയന്മാറാണ്. അവിടെ എന്താണ് ഇപ്പം സൈനിക അട്ടിമറിയാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ എന്താണ് മിലിറ്ററി റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു. അപ്പോൾ ആ ഒരു സ്ട്രഗിളിൻ്റെ ടൈമിൽ എങ്ങനെയാണ് മിലിറ്ററി റിയാക്ട് ചെയ്തതെന്ന് നമുക്കറിയാം. സോ അത് തന്നെയാണ് ഫസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എല്ലാം തന്നെ മിലിറ്ററി എന്ത് ചെയ്തേക്കുവാണ്, അറസ്റ്റ് ചെയ്തേക്കുവാണ്. 1 വർഷം അവിടെ എമർജൻസി ഡിക്ലെയർ ചെയ്തേക്കുവാണ്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു അതോറിറ്റീവായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് ഇതിൽ കാണിക്കുന്നത്. ഒപ്പം തന്നെ ചൈനയെ നോക്കുവാണെങ്കിൽ തന്നെ
അവിടെ മൈനോറിറ്റീസിനെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൈനോറിറ്റീസ് ഒക്കെ തന്നെ അവിടുത്തെ ഒരുപാട് ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് എന്താ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ETIM എന്ന് പറയും. ETIM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ഔട്ട്ഫിറ്റും ഗവൺമെൻറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് സോൺ ഉണ്ടാകുമ്പം അവർ യൂസ് ചെയ്യുന്നത് ഈ ഒരു എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് തന്നെയാണ്. ഈ ETIM ഇപ്പം അവർ താമസിക്കുന്ന ആ ഒരു സിൻചിയാൻ പ്രൊവിൻസ് ചൈനയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് ഇത്തരത്തിലുള്ള ഓരോ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റുകളിലേക്ക് മാറുന്നത്. ഇനി ശ്രീലങ്കയിൽ പോവുകയാണെങ്കിൽ തന്നെ അവിടുത്തെ ആ ഒരു സിവിൽ വാർ ടൈം തൊട്ടേ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എസ്പെഷ്യലി അവിടുത്തെ സിൻല ബുദ്ധിസ്റ്റ് മെജോറിറ്റി അവിടുത്തെ തമിഴ് മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്തതും അത് ഗവൺമെൻറ് സ്പോൺസേർഡ് ആണെന്നും ഇപ്പം UN-ലാണെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷൻസും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ടൈമിലും ഇത്തരത്തിലുള്ള എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് നടന്നിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. എസ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്ന അവിടുത്തെ ജേർണലിസ്റ്റിനെയാണ്. ബംഗ്ലാദേശിലാണെങ്കിൽ തന്നെയും ഒരുപാട് ആക്ടിവിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ജമ്മു കാശ്മീർ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആ ഒരു ഭാഗങ്ങൾ, ഒപ്പം തന്നെ നക്സൽ കോറിഡോർ, ഇവിടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് നടന്നിട്ടുണ്ട്. സോ സുപ്രീം കോർട്ടാണെങ്കിലും നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെങ്കിൽ തന്നെയും ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആയിട്ട് തന്നെയാണ് യുണൈറ്റഡ് നേഷൻ ആണെങ്കിലും ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1970-80 കാലഘട്ടത്തിലെ അർജൻറ്റീന ഡേർട്ടി വാറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് നിന്നിരുന്ന ആൾക്കാരെ ആ ഒരു വാറിൻ്റെ ടൈമിൽ 3000-ഓളം ജനങ്ങളെയാണ് കിഡ്നാപ്പ് ചെയ്തത്. അപ്പോൾ ഇവരുടെ വെയർ അബൌട്ട്സ് ആണെങ്കിലും ഇവരെങ്ങോട്ടാണ് പോയത്, ഇവർ ജീവനോടുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഈ ഒരു അർജൻറ്റീന ഡേർട്ടി വാറിന് ശേഷമാണ് UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ് കൗൺസിലിൻ്റെ പഴയ വേർഷനാണ്. ഒപ്പം തന്നെ 1980-കളിൽ തന്നെ UN വർക്കിംഗ് ഗ്രൂപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസിന് വേണ്ടി പ്രത്യേകം ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ UN സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു 1980-കളിൽ. സോ ഈ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഡിക്ലെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേഴ്സൺസിനെയും ഈ ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഒപ്പം തന്നെ ആ ഒരു വിക്ടിമിൻ്റെ ഫാമിലിയെയും അവർ സപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ ഇങ്ങനൊരു കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒപ്പം തന്നെ ആ ഒരു വിക്ടിമിനെ കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും എന്നാണ് ഈ ഒരു ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ആ ഒരു റെസ്പെക്റ്റീവ് ഗവൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യും. ഗവൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സീക്രട്ടായിട്ട് അല്ലെങ്കിൽ ഇലീഗലായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല ഈ വ്യക്തികളെ അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുന്ന വ്യക്തികളെ എങ്ങോട്ട് കൊണ്ടുപോയി. ഈ വിക്ടിംസിനാണെങ്കിൽ തന്നെയും ഒരു ലീഗൽ റൂട്ട് വഴി അവരുടെ നിരപരാധിത്വം തെളിയിക്കാനോ അങ്ങനെയുള്ള മാർഗങ്ങളൊന്നും കൊടുക്കാതെയാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഗവൺമെൻറ് ചെയ്യുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ എഫേർട്ടാണ് നമുക്ക് വേണ്ടുന്നത്. കാരണം ഇതെന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ക്രൈമാണ്. അതൊരു ഇൻഡിവിജ്വലിനെതിരായിട്ട് മാത്രമല്ല, ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടാണ് ഇത് നടക്കുന്നത്. സോ 2006 യുണൈറ്റഡ് നേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺവെൻഷനാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ പേഴ്സൺ ഫ്രം എൻഫോഴ്സ്മെൻറ്റ് ഡിസപ്പിയറൻസ്. ഇത് എഫക്റ്റിലാവുന്നത് 2010-ലാണ്. പക്ഷേ ഈ ഒരു കൺവെൻഷനിൽ സൈൻ ചെയ്തിട്ടുള്ളത് വെറും 98 രാജ്യങ്ങളാണ്. എന്നാൽ ഈ ഒരു 98 രാജ്യങ്ങളിൽ വെറും 63 പേര് മാത്രമാണ് റാറ്റിഫൈ ചെയ്തത്. അപ്പോൾ സൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ റാറ്റിഫൈ ചെയ്യാതെ റാറ്റിഫൈ ചെയ്താൽ മാത്രമേ ഈ ഒരു UN റൂൾസ് വയലേറ്റ് ചെയ്തു എന്ന രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ലീഗലി ആ ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം 63 രാജ്യങ്ങൾ മാത്രമേ റാറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഏഷ്യ പസഫിക് റീജിയൻസ് നോക്കുവാണെങ്കിൽ വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമേ ഇത്തരത്തിൽ റാറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. കംബോഡിയ, ജപ്പാൻ, മംഗോളിയ, ശ്രീലങ്ക, വെറും 4 രാജ്യങ്ങൾ. അതായത് നമ്മുടെ ഇന്ത്യ പോലും ഇതിൽ റാറ്റിഫൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് സൈൻ ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ്
ഡിസപ്പിയറൻസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം സീരിയസ്നെസ് രാജ്യങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇത് കാണിക്കുന്നത്. സോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റീസ് എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു എഫേർട്ട് എടുത്തിട്ട് ഇത് എല്ലാ രാജ്യങ്ങളിലെയും റാറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഒപ്പം തന്നെ GS പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. റീഫോമിംഗ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. സോ നമുക്കറിയാം മെഡിക്കൽ സെക്ടർ നല്ല രീതിയിൽ സ്ട്രെസ്ഫുൾ ആണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ തന്നെയും നല്ല സ്ട്രെസ്ഫുൾ ആണ്. കാരണം സെക്കൻഡ് വേവ് ഓഫ് പാൻഡമിക് ആണ് നമ്മൾ നേരിടുന്നത്. സോ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. കാരണം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ പല ഇടങ്ങളിലാണെങ്കിലും ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല. സോ ഇത്തരത്തിലുള്ള ഷോർട്ടേജ് നമ്മുടെ ക്വാളിറ്റി ഹെൽത്ത് കെയറിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് നല്ല രീതിയിൽ സ്ട്രെസ്സ് കൊടുക്കുന്നുമുണ്ട്. നെക്സ്റ്റ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഡിവൈഡ് തന്നെയാണ്. ഇപ്പം നോർത്തേൺ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ റീജിയൻസിലും ഈ ഒരു ഷോർട്ടേജ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സദേൺ റീജിയനിലേക്ക് പോകുമ്പോൾ തെലുങ്കാന വെച്ച് ബാക്കി എല്ലാ റീജിയനിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റീജിയണൽ ഡിവൈഡ് തന്നെ നമ്മുടെ ആ ഒരു നാഷണൽ ഹെൽത്ത് മിഷൻ അതിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ റീജിയണൽ ഡിവൈഡ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ റൂറൽ അർബൻ ഏരിയ നോക്കുകയാണെങ്കിൽ റൂറൽ ഏരിയയിൽ എന്താണ് ഇത്തരത്തിലുള്ള ഷോർട്ടേജ് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പ്രൈമറി ഫോക്കസ് ചെയ്തത് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. പക്ഷേ ഗവൺമെൻറ് സ്വീകരിച്ച ആ ഒരു പ്രൊപ്പോസലാണ് ഇപ്പോൾ കോൺട്രവേഴ്സിയലായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഷോർട്ടേജ് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് എങ്ങനെയാണ് ചെയ്യാൻ സ്വീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്കെയിലപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം നിതി ആയോഗ് ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള പ്രൊപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ സെൻറ്റേഴ്സ് ആക്കി മാറ്റുക. അതായത് ഈ ജില്ലാ തലത്തിലുള്ള ഹോസ്പിറ്റൽസിനെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലാക്കി മാറ്റുക. ഇത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സജഷൻ തന്നെയാണ്. പക്ഷേ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെർവ് സെൻ്ററാണ്. കാരണം സാധാരണക്കാരുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണ്. അവിടെയാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള എന്ത് കിട്ടുന്നത്, ഹെൽത്ത് കെയർ സർവീസസ് കിട്ടുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പം സാധാരണക്കാർ തന്നെയാണ് സഫർ ചെയ്യുന്നത്. ഈ സജഷൻ കാരണം നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ സീറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമില്ലേ? പക്ഷേ പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെൽത്ത് കെയർ സർവീസസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാവും. കാരണം എന്താ, ഹെൽത്ത് ഇനീക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇവരിത് ബിസിനസ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. അത് ബിസിനസ് ആവുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ ബെറ്റർ ആയിട്ടും ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് ആണ് നമുക്ക് തരുന്നത്. പക്ഷേ അവരുടെ ഈ ഒരു സർവീസസിൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ഹെൽത്ത് സർവീസസ് കിട്ടത്തുമില്ല. മറ്റൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മെഡിക്കൽ കോളേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഈ ആസ്പിറൻസ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, റൂറൽ ഏരിയയിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ റൂറൽ ഏരിയയിൽ തന്നെ പഠിച്ച് ഡോക്ടറായി അവിടെ തന്നെ സർവീസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, വളരെ ടാലൻറ്റഡ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള സീറ്റുകൾ പ്രൈവറ്റ് ഫേമിൻ്റെ കയ്യിലേക്ക് വരുമ്പം ഈ സീറ്റുകൾ അവർക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ഈ ഒരു പ്രൈവറ്റ് ഫേമിലേക്ക് വന്ന് പഠിക്കാൻ വരുന്ന മറ്റു കുട്ടികളായിക്കോട്ടെ അവരെന്താണ് റൂറൽ ഏരിയയിൽ വന്ന് വർക്ക് ചെയ്യാൻ തയ്യാറുമല്ല. അപ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എയിം ചെയ്യുന്ന ആസ്പിരൻസ് ആയിരിക്കും മിക്കപ്പോഴും ഈ സീറ്റുകൾ കിട്ടുന്നത്. സോ ഈ പ്രൊപ്പോസൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ ഹെൽത്ത് മിഷനെ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് പബ്ലിക് ഗുഡിന് വേണ്ടി ആയിരിക്കണം, അല്ലാതെ പ്രൈവറ്റ് ബിസിനസ്സിന് വേണ്ടി ആവരുത് എന്ന് ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. സോ ഇതൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ ഈ സജഷൻസ് അത്ര ബെറ്റർ അല്ല എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പും ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മെഡിക്കൽ ഹെൽത്ത് കെയർ സർവീസസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് സക്സസ്ഫുള്ളുമല്ല, എഫിഷ്യൻ്റ് ആണെന്ന് പ്രൂവ്ഡുമല്ല. ഇനി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഈ പ്രൊപ്പോസൽസ് പ്രൈവറ്റിനെയും കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് മെയിൻ ഫോക്കസ് എങ്കിൽ പ്രൈവറ്റ് ഫേംസിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒട്ടും മോട്ടിവേഷൻ ഉണ്ടാക്കില്ല, അവർക്ക് താല്പര്യവും ഉണ്ടാവില്ല.
ഇത് നമ്മൾ ഊഹിച്ച് പറയുന്നതൊന്നുമല്ല. നമ്മൾ വേൾഡിലെ തന്നെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഡെവലപ്ഡ് നേഷൻസിൻ്റെയും ഹെൽത്ത് കെയർ സിസ്റ്റം അത് ലാർജ്ലി സപ്പോർട്ട് ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെയാണ്. അവിടെ പ്രൈവറ്റ് ഫേംസ് ഒരു സപ്ലിമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് പ്രൈവറ്റ് ഫേംസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പരിരക്ഷയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മുമ്പ് നമ്മളൊരു ആർട്ടിക്കിളിൽ ബ്രിട്ടനിലെ ആ ഒരു GDP അവർ സ്പെൻഡ് ചെയ്യുന്നത് ഹെൽത്തിന് വേണ്ടി എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് പബ്ലിക്കിൻ്റെ ടാക്സ് വഴിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ ആണെങ്കിൽ ഹെൽത്തിന് വേണ്ടി GDPയിൽ 1% കഷ്ടിച്ച് സ്പെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റ് ഫേം ഒരിക്കലും പബ്ലിക് സെക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു എബിലിറ്റി ഉള്ളതല്ല. സോ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പം കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു പ്രപ്പോസൽ ഒന്നും കൂടി റീതിങ്ക് ചെയ്യണം. പുതിയ കോളേജസുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഒപ്പം തന്നെ ഇപ്പം നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ് ടെമ്പററി റെസ്പൈറ്റ്. സോ നമുക്കറിയാം പാൻഡമിക്കും ലോക്ക്ഡൗണും നമ്മുടെ എക്കണോമിയെ നല്ല രീതിയിൽ സ്ട്രെസ്ഫുൾ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇപ്പോൾ ഹോൾഡാക്കി നിർത്തിയേക്കുവാണ് അല്ലേ. കാരണം ലോക്ക്ഡൗൺ വന്നതോടുകൂടി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രൈസ്. കാരണം ഗവൺമെൻറ് ആണെങ്കിലും RBI ആണെങ്കിലും ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യും, നടത്തും. അപ്പം ഗ്രോത്തും ഇൻഫ്ലേഷനും തമ്മിൽ കോൺട്രവേഴ്സിയൽ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്തിനെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം ഇൻഫ്ലേഷനും അതുപോലെ തന്നെ വരുത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈസ് ലെവൽ കൂടത്തേ ഉള്ളൂ. നമുക്കറിയാം RBIയുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി പോളിസിയാണ്. ഒപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസ്ക്കൽ പോളിസിയാണ്. ഇത് തമ്മിൽ ബാലൻസ്ഡ് ആവണം. കാരണം RBI എപ്പോഴും പ്രൈസ് സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് തമ്മിൽ ബാലൻസ്ഡ് ആയില്ലെങ്കിൽ നമ്മുടെ എക്കണോമി നല്ല രീതിയിൽ വീക്കാവും. സോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ്റെ ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഇപ്പം സ്ലോയിലാണ് നിൽക്കുന്നത്. സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. 4.29% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം RBIയുടെ മോണിറ്ററി പോളിസി അതിൻ്റെ ആ ഒരു റേഞ്ച്, ഇൻഫ്ലേഷൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ± 2% ആണ്. അതുകൊണ്ട് തന്നെ വിത്തിൻ ദി ലിമിറ്റിൽ തന്നെയാണ് ഇൻഫ്ലേഷൻ റേഞ്ച് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് 22% ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ അത് 18% കിടന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ എക്കണോമി ഒരു റിവൈവിങ് പീരീഡിലേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് എന്ത് വന്നത്, വീണ്ടും ഒരു പാൻഡമിക്കും ലോക്ക്ഡൗണും വന്നത്. പക്ഷേ ഫുഡ് ഇൻഫ്ലേഷനൊക്കെ നോക്കുവാണെങ്കിൽ, അതായത് വെജിറ്റബിളിൻ്റെ പ്രൈസ് ആണെങ്കിലും ഒപ്പം തന്നെ ഡെയിലി ഐറ്റംസും അതിൻ്റെയൊക്കെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇൻഫ്ലേഷൻ വളരെ കുറവാണ്. നമുക്ക് വില കുറവിൽ തന്നെയാണ് സാധനങ്ങൾ കിട്ടുന്നത്. അതൊരു റിലീഫ് തന്നെയാണ്. പക്ഷേ കുറച്ച് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു റിലീഫ് കാണിക്കുന്നുണ്ടെങ്കിലും ഇൻഫ്ലേഷൻ റേഞ്ച് ആണെങ്കിലും വിത്തിൻ ദി ലിമിറ്റ് ആണെങ്കിൽ തന്നെയും RBI ഈ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഫോക്കസ് ചെയ്യണമെന്ന് തന്നെയാണ് ആർട്ടിക്കിൾ പറയുന്നത്. കാരണം കുറേ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഗ്ലോബൽ ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ കോമഡിറ്റി പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കൂടാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ മീറ്റ് പ്രോഡക്ട്സ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണെങ്കിൽ തന്നെയും അവിടെയും നമുക്ക് ഇൻഫ്ലേഷൻ കാണാൻ പറ്റുന്നുണ്ട്. സോ പ്രൈസ് സ്റ്റെബിലിറ്റി പൂർണ്ണമായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വിത്തിൻ ദി ലിമിറ്റിലായതുകൊണ്ട് തന്നെ എക്കണോമി റിവൈവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ പോളിസി മേക്കേഴ്സ്, അത് ഗവൺമെൻറ് ആണെങ്കിലും RBI ആണെങ്കിലും പ്രൈസ് സ്റ്റെബിലിറ്റി തന്നെ ഫോക്കസ് ചെയ്യണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷൻ, GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. സെൻറ്റർ സുപ്രീം കോർട്ട് അഫിഡവിറ്റ് ജാസ് വിത്ത് ട്രിപ്സ് സ്റ്റാൻഡ്. സോ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനോട് ഇന്ത്യ ആണെങ്കിലും സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും ഒരു ജോയിൻറ്റ് റെസൊല്യൂഷൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പേറ്റന്റ് റൂൾസ് ടെമ്പററി ആയിട്ടൊന്ന് വേവ് ഓഫ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമുക്ക് വാക്സിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ഈ ഒരു സജഷനെ ബാക്കപ്പ് ചെയ്തിട്ട് മേജർ എക്കണോമീസ് ആയിട്ടുള്ള US, റഷ്യ, ഫ്രാൻസ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് മെമ്പേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേറ്റന്റ് റൂൾസിലെല്ലാം ലീഗൽ അമെൻമെൻറ്റ് നടത്തിയിട്ട് ഇതിന് വേണ്ടുന്ന ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നാലേ ഈ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്.
എന്നാൽ സുപ്രീം കോർട്ട് പറയുന്നത് ഇതിപ്പം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാതെ കമ്പൽസറി ലൈസൻസിങ് കൊണ്ടുവരാനാണ് പറയുന്നത് ഗവൺമെൻറ്റിനോട്. കമ്പൽസറി ലൈസൻസിങ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പബ്ലിക് ഹെൽത്ത് എമർജൻസി വരുമ്പം ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ലൈസൻസ് കൊടുക്കാൻ പറ്റും ഡൊമസ്റ്റിക് കമ്പനീസിന്. ഓൾറെഡി തന്നെ പേറ്റൻറ്റ് റൈറ്റ്സ് ഉള്ള പ്രോഡക്ട്സിൻ്റെ ജനറിക് വേർഷൻസ് എന്ത് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് മറ്റ് കമ്പനീസിന് ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കാൻ പറ്റും. പേറ്റൻ്റ് ഉള്ള ആ വ്യക്തിക്ക് എന്താണ് അതിന് വേണ്ടുന്ന ഒരു റോയൽറ്റി കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഉള്ള ടൈമിലാണ് ഗവൺമെൻറ്റിന് ഈ ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനാണ് സുപ്രീം കോർട്ടും പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ടിൻ്റെ ഈ ഒരു സജഷനെ എന്ത് ചെയ്തിട്ടുണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിമച്യൂറായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പേറ്റൻറ്റ് പ്രൊട്ടക്ടർ എന്നുള്ള ആ ഒരു ഇന്ത്യയുടെ ഇമേജ് ഗ്ലോബലി ഡൗൺ ആവുമെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കൗണ്ടർ റിയാക്ഷനെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓൾ ദ ബെസ്റ്റ്.